ഗൈസ് വെൽക്കം ബാക്ക് ടു വീഡിയോ. ഞാനൊരു സാധനം കാണിക്കട്ടെ. ഇത് കണ്ടോ, ഈ രണ്ട് വാച്ച് കണ്ടോ. ഈ വാച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വാച്ച് വർക്കാവുന്നില്ല, അതിന് പകരം വേറൊരു വാച്ച് മേടിച്ചതിൻ്റെ കാര്യം. അതാണ് അന്ന് ബിഫോർ ഇതും ആഫ്റ്റർ മേടിച്ച ഇതും. അപ്പം ഇവൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലായില്ല. ഇവൻ്റെ എല്ലാം ഞാൻ അഴിച്ച് പറക്കി നോക്കി, ഇളക്കി നോക്കി ഗൈസ്, എല്ലാം നോക്കി. എനിക്ക് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇതെല്ലാം നോർമൽ സൈസിലായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നെങ്കിൽ ഇതുണ്ട് ഈ ഒരു പവർ ബോട്ടിൻ്റെയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ആയിരിക്കും. ബാറ്ററി 100 രൂപയുടെ ബാറ്ററി ആണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. പക്ഷേ ഇവനിപ്പോൾ 3-4 ആഴ്ചയായി, കുറേ ആഴ്ചയായി, ഒരു മാസമായെന്ന് തോന്നുന്നു ഇവൻ മേടിച്ചിട്ട്. ഇവൻ കണ്ട് ഇതുവരെയായിട്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ നടക്കുക. ഇവനൊരു കുഴപ്പമില്ല. ഉണ്ടോ, എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇതിനകത്ത് ഇത് മേടിച്ചപ്പോൾ തൊട്ട് ഇത് വർക്കിംഗ് അല്ല. അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്കിൻ്റെ റിഫ്ലക്സർ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒന്നും ഇത് വർക്കല്ല. അപ്പം ഇത് എനിക്ക് ഇതുണ്ട് ഉണ്ടോ, എനിക്ക് എന്തും ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, എന്തും എനിക്ക് ചേഞ്ച് ചെയ്യാം. എനിക്ക് പറയുകയാണെങ്കിൽ ഇത് ബാറ്ററിയുടെ ബോട്ടിൻ്റെ കുഴപ്പമാണ് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, മദർ ബോട്ടിൻ്റെ ആയിരിക്കും. അല്ലാതിലും വേറൊന്നും വഴി വരാൻ ചാൻസ് ഇല്ല. അടിച്ചു പോയെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതിന് പകരമാണ് ഈ സാധനം മേടിച്ചത്. എച്ച് ഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. പവർ ബോട്ടിൻ്റെ ബാറ്ററി ചെറുത്. പവർ ബോട്ടിൽ എഴുതിയേക്കുന്ന എച്ച് ഡി എന്നൊക്കെ, എച്ച് ഡി. അപ്പം എന്തോ ചെയ്യാനാ, എൻ്റെ സ്ക്രീനിൽ ഇതെല്ലാം ഇളക്കി ഇങ്ങനെ അടിച്ചടിച്ച് പൊട്ടിച്ചിട്ടാണ് ഞാനിതിങ്ങനെ എടുത്തത് തന്നെ. വേറെ വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ വെച്ചത്, ശരിയാക്കി വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ. പക്ഷെ ഇനി ശരിയാക്കാനും പറ്റത്തില്ല, പുതിയ വെക്കാനും പറ്റത്തില്ല. കണ്ടോ, ഇത് കണ്ടോ. അപ്പം ഇതാണ് എൻ്റെ അവസ്ഥ. അല്ല, ശരിയാക്കാമെന്ന് വിചാരിച്ച് 2 വാച്ച് കിട്ടുമെന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. ഇങ്ങനെ ആയിപ്പോയി. അല്ല, കഴിഞ്ഞ ന്യൂ ഇയറിന് 2024 തുടങ്ങുമ്പോൾ ഉള്ള ന്യൂ ഇയറിന് ഉണ്ട് ഒരു മാമൻ, ഏതോ ഒരു അച്ഛൻ്റെ ഫ്രണ്ട് ഇതുണ്ട് T800 അൾട്രയുടെ ഒരു വാച്ച് തന്നു. അത് പിന്നെ കണ്ടില്ല. അല്ല എന്നുവെച്ചാൽ അത് ഒരു T800ൻ്റെ വാച്ച് തന്നു. ഇത് തന്നെയാണ്, ഇതിൻ്റെ ബ്ലാക്ക് സ്ട്രാപ്പുള്ളത്. അന്നേരം അത് ഞാനിങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ബാറ്ററിയും തന്നു. അവർ തന്നു ബാറ്ററി, അങ്ങ് തന്നു. എന്നിട്ട് ബാറ്ററിയും തന്നു. പിന്നെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ വാച്ച് കാണുന്നില്ല. അപ്പം വാച്ച് കാണുന്നില്ല, അതിൻ്റെ കൂടത്തി ചാർജിങ് ബോട്ടും കാണുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ കുറേ നാൾ വാച്ച് മാറ്റണമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു മേടിച്ചു. അങ്ങനെ അബദ്ധം പൊട്ടി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി. എൻ്റെ സംശയം ബാറ്ററിയുടെ ബോട്ടിൻ്റെ, ബാക്കിയെല്ലാം കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇതൊന്നും കുഴപ്പമില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇവൻ ഒരു മാസമൊക്കെ ആയി, ഒരു മാസം ഒന്നാണ്ട് എത്ര ദിവസമായെന്ന് ഓർമ്മയില്ല. കുറച്ച് ദിവസം ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഉണ്ടോ, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ പാടില്ല. അത് നമ്മൾ ഇതുപോലെ അബദ്ധം പറ്റും. അപ്പം ഇതുപോലെ സൂക്ഷിച്ച് വിലയും കണ്ട് നല്ലത് മേടിക്കുക. അല്ലാതെ ഓൺലൈനിൽ തന്നെ മേടിക്കണമെന്നല്ല, നല്ല വില നോക്കി മേടിക്കണമെന്നല്ല ഓൺലൈനിൽ. അപ്പം വില ഉള്ളതായാലും പറ്റിക്കും. അപ്പം ഇതുപോലെ അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ കടയിൽ പോയി മേടിക്കണം ഗൈസ്. അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്താൽ തട്ടിക്കൂട്ടി പോവും. ആരെങ്കിലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ തരുവാണെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിയതായിരിക്കും, അല്ലെങ്കിൽ അത് കേടായതായിരിക്കും, അല്ലെങ്കിൽ അടിച്ചു പോയതായിരിക്കും. അല്ലാതെ ഇങ്ങനെ ഓരോ വെറൈറ്റി ടൈമിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് പോലെ തരുവാണെങ്കിൽ അത് കുഴപ്പമില്ലെന്നായിരിക്കും. അത് ചിലപ്പോൾ അതും തെറ്റാനാവും. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സംസാരിക്കുകയാണ്. കണ്ടവർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.